പുതിയൊരു ജോബ് നോട്ടിഫിക്കേഷൻ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറയാനായിട്ട് പോകുന്നത് SSLC ക്വാളിഫിക്കേഷൻ വെച്ചിട്ട് അല്ലെങ്കിൽ 10ാം ക്ലാസ് ക്വാളിഫിക്കേഷൻ വെച്ചിട്ട് നിലവിൽ നമ്മുടെ തമിഴ്നാട് ഇൻകം ടാക്സിലേക്ക് റിക്രൂട്ട്മെന്റുകൾ നടക്കുന്നുണ്ട്. അപ്പോൾ എന്തായാലും ഇങ്ങനെയുള്ള ജോബ് അപ്ഡേറ്റ്സുകൾക്കും അതുപോലെ തന്നെ PSC, SSC ബാക്കിയുള്ള എല്ലാ തരത്തിലുള്ള ജോബ് അപ്ഡേറ്റുകൾ വീഡിയോസിന് വേണ്ടിയിട്ട് നോളജ് ഫാക്ടറി ജോബ് അപ്ഡേറ്റ്സ് എന്ന് പറഞ്ഞ ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്തേക്കുക. ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്യാനും നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഈ ഒരു ചാനൽ എത്തിച്ചു കൊടുക്കാനും മറക്കരുത്. അപ്പോൾ എന്തായാലും നമുക്ക് കണ്ടന്റിലേക്ക് തന്നെ വരാം. അപ്പോൾ ജോലി എന്ന് പറയുന്നത് ഇൻകം ടാക്സിലേക്കാണ്. ഇൻകം ടാക്സിൽ ക്വാളിഫിക്കേഷൻ വരുന്നത് SSLC ആണ്. അപ്പോൾ ഏത് പോസ്റ്റിലേക്കാണെന്ന് ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിൽ വരുന്നത് ക്യാൻറ്റീൻ അറ്റൻഡന്റ് എന്ന് പറയുന്ന ജോലിയാണ് കേട്ടോ. ഇവിടെ കാണാനായിട്ട് കഴിയും. ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റ് 2024 തമിഴ്നാട്ടിലെയാണ്, കേരളത്തിലല്ല. ഡയറക്റ്റ് റിക്രൂട്ട്മെന്റ് ആണ്. ക്യാൻറ്റീൻ അറ്റൻഡന്റ് 25 വേക്കൻസിയാണുള്ളത്. ജോബ് ലൊക്കേഷൻ ഓൾ ഓവർ ദ ഇന്ത്യയിലെ എല്ലായിടത്തും വരുന്നുണ്ട് കേട്ടോ ഇത്. അതുപോലെ തന്നെ സാലറി സ്കെയിൽ വരുന്നത് 18,000 മുതൽ 56,000 വരെ വരുന്ന പേ സ്കെയിലാണ്. ഓൺലൈനായിട്ടാണ് നിങ്ങൾ ഇത് അപ്ലൈ ചെയ്യാനുള്ളത്. സെപ്റ്റംബർ 22 മുൻപ് നിങ്ങൾ എന്ത് ചെയ്തിരിക്കണം? അപ്ലൈ ചെയ്യണം. സെപ്റ്റംബർ 8 മുതൽ ഇതിന്റെ നോട്ടിഫിക്കേഷൻ അവൈലബിൾ ആയി വന്നിട്ടുണ്ട്. ഓക്കെ, അതുപോലെ തന്നെ പോസ്റ്റ് നെയിം കണ്ടല്ലോ, ക്യാൻറ്റീൻ അറ്റൻഡന്റ് ആണ്. 25 വേക്കൻസിയാണുള്ളത്. അതിന്റെ ഏജ് ലിമിറ്റ് വരുന്നത് 18 മുതൽ 25 വരെ വയസ്സ് ഉള്ളവർക്കാണ് കേട്ടോ. 18 വയസ്സ് മുതൽ 25 വരെ വയസ്സുള്ളവർക്കാണ് ഇതിലേക്ക് അപ്ലൈ ചെയ്യാനായിട്ട് കഴിയുക. കൂടുതലുള്ളവർക്ക് അപ്ലൈ ചെയ്യാനായിട്ട് പറ്റത്തില്ല. ഓക്കെ, സാലറി സ്കെയിൽ കാണാൻ കഴിയും. ക്വാളിഫിക്കേഷൻ കണ്ടല്ലോ, 10th പാസ് അല്ലെങ്കിൽ ഇക്വലന്റ് ആണ് ഇതിന്റെ ക്വാളിഫിക്കേഷൻ വരുന്നത്. അതുപോലെ തന്നെ ആപ്ലിക്കേഷൻ ഫീ ഒന്നും ഇല്ല. 10 പൈസ കൊടുക്കണ്ട. ക്വാളിഫിക്കേഷൻ ഉണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക? അപ്ലൈ ചെയ്യുക. അപ്പോൾ അതുപോലെ തന്നെ ഇതിന്റെ ഒഫീഷ്യൽ ലിങ്ക് ഈ കാണുന്നതാണ് ഒഫീഷ്യൽ ലിങ്ക്. ഞാൻ ഈ ഒഫീഷ്യൽ ലിങ്ക് നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ എന്ത് ചെയ്യാം? ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമന്റ് ബോക്സിലും ഞാനത് പിൻ ചെയ്തേക്കാം കേട്ടോ. നിങ്ങൾ ആവശ്യമുള്ളവർ ഇപ്പൊ തന്നെ എന്ത് ചെയ്യുക? ഒന്ന് അപ്ലൈ ചെയ്ത് നോക്കുക. ഇതിന്റെ ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇപ്പോൾ നിങ്ങൾ എൻ്റെ ബാക്കിൽ കാണുന്നതാണ് നമ്മുടെ തമിഴ്നാട് ഇൻകം ടാക്സിൽ ഇപ്പോൾ വിളിച്ചിട്ടുള്ള ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ ആണ് ഇപ്പോൾ നിങ്ങൾ കാണുന്നത്. അപ്പോൾ ഇതിനകത്ത് നിങ്ങൾക്ക് കാണാനായിട്ട് കഴിയും. 7 തീയതി വന്ന നോട്ടിഫിക്കേഷൻ ആണ്. 25 വേക്കൻസികൾ തന്നെയാണ്. നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെയാണ് ഇതിനകത്ത് പറയാനുള്ളത്. ഓൺലൈൻ അപ്ലിക്കേഷൻ ഫീ സ്റ്റാർട്ട് അല്ലെങ്കിൽ ഓൺലൈൻ ആയിട്ട് അപ്ലൈ ചെയ്യാനുള്ള ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത് 22 തീയതിയാണ് ഇതിന്റെ ആപ്ലിക്കേഷൻ. അതുപോലെ തന്നെ ഏജ് ലിമിറ്റ് ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട്. 18 വയസ്സ് മുതൽ 25 വയസ്സ് വരെയുള്ളവർക്കാണ്. എന്ന് പറയുമ്പോൾ കാൻഡിഡേറ്റ്സ് ബോൺ നോട്ട് ബിഫോർ 23/9/1999 ശേഷം. ഓക്കെ, അപ്പോൾ ആ ഒരു കാര്യം കൂടി നിങ്ങളൊന്ന് ശ്രദ്ധിച്ചേക്കുക. അപ്പോൾ ഈ പറയുന്ന വർഷത്തിനും അതുപോലെ തന്നെ നോട്ട് ലേറ്റർ ദാൻ 2006 22/9/2006 ജനിച്ചവരായിരിക്കണം ഇതിനകത്ത് വരേണ്ടത്. എന്ന് പറയുമ്പോഴത്തേക്കും 23/9/1999 22/9/2006 മധ്യേ ജനിച്ചവർ. അതാണ് ഈ പറയുന്ന 18 മുതൽ 25 വയസ്സ് വരെ എന്ന് പറയുന്നത്. അപ്പോൾ ഇതിനകത്ത് ജനിച്ചവർക്ക് ഇതിനകത്ത് അപ്ലൈ ചെയ്യാനായിട്ട് കഴിയത്തുള്ളൂ. ഗ്രൂപ്പ് C പോസ്റ്റ് ആണ്. ഏജ് റിലാക്സേഷൻ ഇതിനകത്ത് കാണുന്നുണ്ട്. SC STക്ക് 5 വർഷത്തേക്കുണ്ട്. OBCക്ക് 3 വർഷത്തേക്കുണ്ട്. PWD കാൻഡിഡേറ്റ്സ് ആണെങ്കിൽ 10 വർഷത്തേക്കുണ്ട്. എക്സ് സർവീസ്മാൻ 3 വർഷത്തേക്കുണ്ട്. സെൻട്രൽ ഗവൺമെന്റ് സിവിലിയൻ ആണെങ്കിൽ 40 വയസ്സ് വരെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ഇതിലേക്ക് അപ്ലൈ ചെയ്യാനായിട്ട് കഴിയും. 10 വയസ്സ് എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ 10ാം ക്ലാസ് ആണ്. ആപ്ലിക്കേഷൻ ഫീ ഒന്നും ഇതിനകത്തില്ല. there is no ആപ്ലിക്കേഷൻ ഫീ എന്നാണ് പറയുന്നത്. അപ്പോൾ എന്തായാലും ഇത്രയും കാര്യങ്ങളൊക്കെയാണ് ഉള്ളത്. അപ്പോൾ എന്തായാലും ഇതിലേക്ക് അപ്ലൈ ചെയ്യാനുള്ള വെബ്സൈറ്റ് ഞാൻ തീർച്ചയായിട്ടും നമ്മുടെ ടെലഗ്രാം ചാനലിലും അതുപോലെ തന്നെ ടെലഗ്രാമിലല്ല നമ്മുടെ കമന്റ് ബോക്സിൽ ഞാനത് പിൻ ചെയ്തേക്കാം. അപ്പോൾ എന്തായാലും ഒന്ന് ചെക്ക് ഔട്ട് ചെയ്ത് നോക്കുക. അപ്പോൾ എന്തായാലും ഇതുപോലുള്ള ജോബ് നോട്ടിഫിക്കേഷൻ വീഡിയോസിന് വേണ്ടിയിട്ട് ഈ ഒരു ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കുക. നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് കൂടി എന്ത് ചെയ്യുക? ഈ ഒരു ഡീറ്റെയിൽസ് ഒന്ന് ഷെയർ ചെയ്ത് എത്തിച്ചു കൊടുക്കുക. അപ്പോൾ എന്തായാലും പുതിയൊരു വീഡിയോയും അപ്ഡേറ്റുകളൊക്കെ ആയിട്ട് നമുക്ക് ഉടനെ തന്നെ കാണാം. അതിലേക്ക് എല്ലാവർക്കും ബൈ ബൈ.